ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കാവ്യ മാധവന്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. മാധവൻ സാറിന്റെ മരണവാർത്ത സിനിമാ ലോകത്തെയും ഞെട്ടിച്ചത് തന്നെയായിരുന്നു. അഭിനയ പാരമ്പര്യം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും മകൾ കാവ്യ മാധവനോടൊപ്പം പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കും എത്തി അഭിനയ രംഗത്തുള്ളവരെയൊക്കെ തന്നെയും വലിയ പരിചയമായിരുന്നു മാധവൻ സാറിന്. അവർക്കും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. മാധവൻ സാറിനെ കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പായിരുന്നു, പ്രത്യേകിച്ച് കാവ്യയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെയും. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത അറിഞ്ഞ് ആരാധകർക്ക് എല്ലാവർക്കും അത് വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. വാർദ്ധക്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു 74-ാം വയസ്സിൽ അദ്ദേഹത്തെ തേടി മരണമെത്തിയത്. ചെന്നൈയിലെ വീട്ടിൽ മകളോടൊപ്പമായിരുന്നു മാധവൻ താമസം. കാവ്യ മാധവൻ മാമാട്ടിയുടെ പഠന തിരക്കുകൾ മൂലം ചെന്നൈയിൽ തന്നെയായിരുന്നു. ലക്ഷ്യ എന്ന ബിസിനസ് സംരംഭവുമായി മുന്നോട്ടു പോവുകയാണ് കാവ്യയും. ഇതിന്റെ ഒക്കെ ഭാഗമായി അച്ഛനും കൂടെയുണ്ട്. ദിലീപ് പലപ്പോഴായിട്ടും ഷൂട്ടിംഗ് തിരക്കുകളിലൊക്കെ ആയിരിക്കും. ഇതിനിടയ്ക്ക് ചെന്നൈയിൽ വെച്ചായിരുന്നു ഹൃദയാഘാതം മൂലം മാധവൻ സാറിന് മരണം സംഭവിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചതായിട്ടായിരുന്നു പിന്നീട് പുറത്തുവന്ന വിവരങ്ങളും. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിരവധി പേരെത്തിയിരുന്നു. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു പലരും ശ്രദ്ധിച്ചത്. നടൻ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷും അതുപോലെ തന്നെ ജോമോളൊക്കെ തന്നെയും അച്ഛനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി എത്തിയിരുന്നു. മാധവൻ സാറിനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് പേര് എത്തിയിരുന്നുവെങ്കിലും മഞ്ജു എത്തിയിരുന്നോ എന്നാണ് ആരാധകരെല്ലാവരും തിരക്കിയത്. ഇതിനൊരു കാരണവുമുണ്ട്. പണ്ടൊക്കെ ദിലീപും കാവ്യയും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമകളിലൊക്കെ തന്നെയും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ദിലീപിനോടൊപ്പം മഞ്ജു വാര്യർ എത്തുമായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു കാവ്യ മാധവന്റെ അച്ഛനുമായിട്ട് മഞ്ജുവിന്. അതുകൊണ്ട് തന്നെ കാവ്യ മാധവന്റെ അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞ് തീർച്ചയായിട്ടും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മഞ്ജു എത്തിയിരിക്കും എന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. 2-3 ദിവസത്തോളമായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. എന്നാൽ മരണം സംഭവിച്ച ആ ദിവസം മഞ്ജുവിനെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അന്നത്തെ ദിവസം എല്ലാ മാധ്യമങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മാധ്യമങ്ങളിൽ പോലും മഞ്ജുവിനെ പറ്റി പറഞ്ഞിട്ടില്ല. മഞ്ജു എത്തിയിട്ടുമില്ലായിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മഞ്ജു കാവ്യയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നോ എന്നാണ് ആരാധകരെല്ലാവരും തിരക്കിയത്. എന്തായാലും മഞ്ജു വാര്യർ ആദരാഞ്ജലി അർപ്പിച്ച് എത്തും എന്ന് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് പുറത്തു വന്ന വാർത്തകളും. മഞ്ജു വാര്യർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വലിയ ആഗ്രഹം ഉണ്ടാകുമെന്നും കാരണം അവർ പണ്ട് അത്രമാത്രം പരിചയമുള്ളവരായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും മഞ്ജു അന്നേ ദിവസം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആദരാഞ്ജലി അർപ്പിച്ചോ അല്ലെങ്കിൽ കാവ്യയെ സമാധാനിപ്പിച്ചോ എത്തിയിരിക്കും എന്നാണ് ഇപ്പോൾ ആരാധകരിൽ പലരും പറയുന്നത്.